പെരുവന്താനം സെൻറ് ആൻ്റണീസ് കോളേജിൻ്റെ ഏറ്റവും പുതിയ ഇനിഷ്യേറ്റീവായ അസ്പയർ 360യിലേക്ക് വീണ്ടും സ്വാഗതം. ലോകത്തുള്ള ഏറ്റവും മികച്ച തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി ഏത് കോഴ്സുകൾ തിരഞ്ഞെടുക്കണം, ഇതിലേക്ക് വെളിച്ചം വീശുന്ന ഈ എപ്പിസോഡിൽ, കഴിഞ്ഞ എപ്പിസോഡിൽ ഏറ്റവും പവർഫുൾ കോഴ്സുകളെ പറ്റി നമ്മൾ പറഞ്ഞു. ഈ എപ്പിസോഡിലും ഏറ്റവും പവർഫുൾ കോഴ്സുകളെക്കുറിച്ചാണ് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത്. ഈ സമയം ഒരു ചെറിയ കഥ നിങ്ങളുമായിട്ട് എനിക്ക് പങ്കുവയ്ക്കാൻ ഏറെ ആഗ്രഹമുണ്ട്. 2 മിടുക്കരായ അധ്യാപക ശിഷ്യന്മാർ, അവർ തമ്മിലൊരു തർക്കമുണ്ടായി. ആരാണ് മികച്ച അധ്യാപകൻ എന്നതായിരുന്നു. അവരുടെ ഗുരു ഈ കോളേജിൽ തന്നെ പഠിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് ഈ ശിഷ്യന്മാരെത്തി. അദ്ദേഹം പറഞ്ഞു, ഒരു പരീക്ഷണം ഞാൻ നടത്താൻ പോവുകയാണ്. പരീക്ഷണം എന്ന് വിളിക്കുന്നത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു അസൈൻമെൻറ്റാണ്. ഒന്നാമത്തെ ആളും രണ്ടാമത്തെ ആളും സമ്മതിച്ചു. അസൈൻമെൻറ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. തൊട്ടടുത്ത ഗ്രാമത്തിൽ ഒരു ബാർബറും ഒരു ചെരുപ്പ് കുത്തിയുമുണ്ട്. ഇവരെ എഴുതാനും വായിക്കാനും മാത്രം പഠിപ്പിക്കണം. ഇവരോർത്തു ചെറിയൊരു കാര്യമേ ഉള്ളല്ലോ. ഒന്നാമത്തെ അധ്യാപകൻ ഒന്നാമത്തെ സ്ലോട്ട് തന്നെ തിരഞ്ഞെടുത്ത് യാത്ര ചെയ്യാം അടുത്ത ഗ്രാമത്തിലേക്ക്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്, ഈ ബാർബർക്കും കോബ്ലർക്കും എഴുതാനും പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ ഓൾറെഡി നല്ല പണം സമ്പാദിച്ച് ധനാഢ്യന്മാരായി മാറിയവരാണ്. ഒന്നാമത്തെ ആൾ ഒരു മാസം ശ്രമിച്ചു നോക്കി, ഒരക്ഷരം പോലും പഠിപ്പിക്കാൻ സാധ്യമായില്ല. ഇനി രണ്ടാമത്തെ ആളുടെ ഊഴമായി. രണ്ടാമത്തെ ആൾ അവിടെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്, ഇവർക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു മാസം പൂർത്തിയായപ്പം ഈ അധ്യാപകരായ ശിഷ്യന്മാരെ ഗുരുവിനോട് ഈ രണ്ടാമത്തെ ആൾ ഒരു മാസം കൂടി ദീർഘിപ്പിച്ചു തരാമോ എന്ന് ചോദിച്ചു. ഗുരു പറഞ്ഞു, ടേക്ക് യുവർ ഓൺ ടൈം. അങ്ങനെ ഒരു മാസം കൂടി ദീർഘിപ്പിച്ച് കിട്ടി. 2 മാസം പൂർത്തിയായപ്പോഴും ഒന്നും സാധിച്ചില്ല. അദ്ദേഹം ഒരു മാസവും കൂടി ചോദിച്ചു. അങ്ങനെ 3 മാസം ഗുരു ഈ രണ്ടാമത്തെ ശിഷ്യന് സമയം അനുവദിച്ചു. അങ്ങനെ 3 മാസം സവിച്ചതിനു ശേഷം തിരിച്ചു വന്നു. ഇനി ഗുരു സവിതയിൽ ഇവരെത്തി നിൽക്കുകയാണ്. ആരാണ് മികച്ച അധ്യാപകനെന്ന് ഗുരു ഇപ്പോൾ പ്രഖ്യാപിക്കും. ഏറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഗുരു ഇങ്ങനെ പറഞ്ഞു, രണ്ടാമത്തെ ആൾ തന്നെയാണ് മികച്ച അധ്യാപകനെന്ന്. അപ്പോൾ ഒന്നാമത്തെ ആൾക്ക് ഭയങ്കരമായ ദേഷ്യം വന്നു. ഒന്നാമത്തെ ആൾ ചോദിച്ചു, ഗുരു അതെങ്ങനെ ശരിയാകും? ഞങ്ങൾ 2 പേരും പോയിട്ട് 2 പേർക്കും അവരെ എഴുതാനോ വായിക്കാനോ പഠിപ്പിക്കാൻ പറ്റിയില്ല. പിന്നെ എങ്ങനെയാണ് ഈ രണ്ടാമൻ മാത്രം മികച്ച അധ്യാപകനായി മാറുന്നത്? അദ്ദേഹം ഒരു സാക്ഷ്യം ലോകത്തോടായിട്ട് പറഞ്ഞു വെച്ചു. സാക്ഷ്യം ഇതാണ്, രണ്ടാമത്തെ ആൾ എത്തിയിരിക്കുന്നത് മികച്ച ഒരു ബാർബറും മികച്ച ഒരു കോബ്ലറുമായിട്ടാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. ഈ സംഭവം നൽകുന്ന സന്ദേശം സുവ്യക്തമാണ്. കാരണം നമ്മൾ ഓരോ സാഹചര്യങ്ങളും നമ്മൾ സ്വന്തമായി എന്ത് പഠിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രസക്തമായ കാര്യങ്ങൾ. ഈ സ്വന്തമായി പഠിച്ചെടുക്കുന്ന സ്കില്ലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്കും മാറാൻ സാധ്യമാകും. മറ്റൊരു വലിയൊരു ഫിഗറായി നമുക്ക് മാറാൻ സാധ്യമാകും എന്നതിൽ യാതൊരു സംശയമില്ല. 2013 യെയിൽ യൂണിവേഴ്സിറ്റിയിൽ ഷാരൂഖ് ഖാൻ വലിയ ഒരു പ്രസംഗം നടത്തിയത് നമ്മൾ യൂട്യൂബിലെല്ലാം കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു പ്രധാന പോയിൻ്റ് ഇതാണ്, സക്സസ് ഈസ് നോട്ട് ദി ആബ്സെൻസ് ഓഫ് ഫെയിലിയർ ബട്ട് അവർ റെസ്പോൺസ് ടു ഫെയിലിയർ. വിജയം എന്ന് വിളിക്കുന്നത് അവിടെ പരാജയങ്ങൾ ഇല്ലെന്നല്ല, നമ്മൾ പരാജയങ്ങളെ എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ നമുക്കും അതുകൊണ്ട് ഓരോ സാഹചര്യങ്ങളിലും പരാജയങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഈ പരാജയങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് ചലിച്ചുകൊണ്ട് വേണം മികച്ച കോഴ്സുകളെപ്പറ്റി വീണ്ടും നമുക്കറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ. ഓരോ കോഴ്സും പഠിക്കുമ്പോൾ പ്രത്യേകം മനസ്സിൽ കുറിച്ചിടണം, വരാൻ പോകുന്ന ഒരു 50 വർഷത്തിനുള്ളിൽ ഇതിൻ്റെ സാധ്യതകൾ എത്രമാത്രം മാറും. പരമ്പരാഗത കോഴ്സുകൾ പണ്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പം അങ്ങനെ സംശയമില്ല. പുതിയ കോഴ്സുകളിലേക്ക് അടക്കുമ്പം പുതിയ കാലത്തിൻ്റെ കോഴ്സുകളാണ് നമ്മൾ പഠിച്ചു പോകേണ്ടത് എന്നതിൽ യാതൊരു സംശയമില്ല. കാരണം ചില മേഖലകളൊക്കെ
വളരെ താമസിക്കാതെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങും ഒക്കെ വന്നു കഴിയുമ്പോൾ മാറും എന്ന കാര്യം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും മാതാപിതാക്കളും മനസ്സിൽ കുറിച്ചിട്ടോണം. പ്രത്യേകിച്ചും വലിയ തരംഗങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നൊരു മേഖലയാണ് മെഡിക്കൽ രംഗം. മെഡിക്കൽ രംഗത്ത് ഇന്ന് കാണുന്ന ജോലി സാധ്യതകൾ, ഡോക്ടേഴ്സിൻ്റെയൊക്കെ ജോലി സാധ്യതകളിൽ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം എന്നതിൽ മാനവരാശി ആകമാനം അങ്ങനെ വലിയൊരു ഉത്കണ്ഠയിലാണ് ജീവിക്കുന്നത് എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മുടെ അഭിരുചിക്ക് ഒത്തവണ്ണം നല്ല ആഗ്രഹങ്ങളോടുകൂടി വേണം നമുക്ക് മുന്നേറാൻ. നല്ല ആഗ്രഹങ്ങൾ എന്ന് വിളിക്കുമ്പം നെപ്പോളിയൻ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ ഇച്ഛാശക്തി നമുക്ക് ആവശ്യമുണ്ട്, സമർപ്പണ മനോഭാവശ നമുക്ക് ആവശ്യമുണ്ട്, ആത്മാർത്ഥത ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറാൻ സാധ്യമാവുന്നുള്ളൂ. ഒരിക്കലും സോക്രട്ടീസിനോട് യുവാവ് ചോദിച്ചു, ജീവിത വിജയത്തിൻ്റെ അർത്ഥങ്ങളൊക്കെ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ പിറ്റേന്ന് പുഴക്കരയിലോട്ട് പോരെ, പുഴക്കരയിൽ വെച്ച് ഞാൻ ജീവിത വിജയത്തിൻ്റെ എല്ലാ അർത്ഥങ്ങളും പറഞ്ഞു തരാമെന്ന്. പയ്യനെ ഭയങ്കര സന്തോഷമായി. അവൻ പിറ്റേന്ന് പുഴക്കരയിലെത്തിയപ്പം സോക്രട്ടീസ് ഇവനെ തോളത്ത് കൈയിട്ടുകൊണ്ട് പതിയെ പുഴയിലേക്ക് ഇറങ്ങി. അവൻ ആ പാടെ ഭയന്ന് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ സോക്രട്ടീസ് അവനെ ഈ പുഴയുടെ അടിത്തട്ടിലേക്ക് മുക്കി താഴ്ത്തി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവസാനം അവനെ പുഴയുടെ ഉപരിതലത്തിലേക്ക് കൊണ്ടുവന്ന് സോക്രട്ടീസ് ചോദിച്ചു, ഇപ്പം നിനക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ശിഷ്ടകാലം ജീവിക്കാൻ ആവശ്യമായ ഒരിറ്റ് ശ്വാസം എനിക്ക് മാത്രം മതിയായിരുന്നു എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ സോക്രട്ടീസ് ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചത്, നിനക്ക് ജീവിക്കുന്നതിന് ആവശ്യമായ ഒരിറ്റ് ശ്വാസം വേണം എന്ന് നീ ആഗ്രഹിച്ചില്ലേ, അതുപോലെ ജീവിതത്തിൽ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ നല്ല ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യമാകുള്ളൂ. അതുകൊണ്ട് നല്ല ലക്ഷ്യങ്ങളോടുകൂടി മുന്നേറാൻ സാധ്യമാകുന്ന കോഴ്സുകളെ പറ്റിയാണ് നമ്മൾ വീണ്ടും പ്രതിപാദിക്കാൻ പോകുന്നത്. ഈ കോഴ്സുകളെ പറ്റി കൃത്യതയോടെ മനസ്സിലാക്കി ആ കോഴ്സുകളൊക്കെ പഠിച്ച് നല്ല വിജയത്തിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നിരവധി റാങ്ക് നേട്ടങ്ങളും 100% പാസും തൊഴിലധിഷ്ഠിത കോഴ്സുകളുമായി മുന്നേറി വരുന്ന പെരുവന്താനം സെൻറ് ആനീസ് കോളേജിൻ്റെ ഏറ്റവും പുതിയ ഇനിഷ്യേറ്റീവായ അസ്പയർ 360യുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഈ സമയത്ത് വിദ്യാർത്ഥികൾ ഏത് കോഴ്സുകളാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നതായിരുന്നു നമ്മൾ പ്രതിപാദിച്ചു വന്നിരുന്നത്. ഇത് ഈ എപ്പിസോഡിലും അടുത്ത 2025 പവർഫുൾ കോഴ്സുകളെ കുറിച്ചാണ് വീണ്ടും നമ്മൾ സംസാരിക്കുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് വിളിക്കുന്നത്. സൈബർ സെക്യൂരിറ്റി നമ്മൾ നിരന്തരം മാധ്യമങ്ങളിൽ ശ്രദ്ധയുണ്ട്. സൈബർ ഫിനാൻഷ്യൽ ഫ്രോഡുകൾ നടക്കുന്നത്. ഈ സൈബർ സെക്യൂരിറ്റി മേഖലയിലെ എത്തിക്കൽ ഹാക്കിങ്ങിൽ നമുക്ക് പഠിക്കാൻ സാധ്യമായി കഴിഞ്ഞാൽ ധാരാളം പവർഫുള്ളായിട്ടുള്ള കോഴ്സാണെന്ന് മാത്രമല്ല നല്ല പണം നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. BSc സൈബർ ഫോറൻസിക് വിത്ത് സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ് നാട്ടുപുറത്തുള്ള കുട്ടികൾക്ക് വലിയ ചിലവില്ലാതെ പഠിച്ചിറങ്ങാം. MSc കൂടി പഠിക്കാൻ സാധ്യമായാൽ ഭയങ്കരമായ സാധ്യതകൾ ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യം, പ്രത്യേകിച്ച് ജർമ്മൻ മേഖലകളിൽ അതിശക്തമായ തൊഴിൽ സാധ്യതയാണ് ഈ സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിങ്ങിന് തുറന്നു വച്ചിരിക്കുന്നത്. അടുത്തൊരു പവർഫുൾ കോഴ്സാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് വിളിക്കുന്നത്. ഗവൺമെൻറ് തലത്തിൽ തന്നെ ക്രിപ്റ്റോ കറൻസി പോലുള്ള രംഗത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ബേസ് എന്ന് വിളിക്കുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. സർക്കാർ മേഖലയിൽ പോലും ധാരാളം സാധ്യതകൾ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിക്ക് നമുക്കുണ്ട്. അടുത്തൊരു പ്രധാനപ്പെട്ട കോഴ്സാണ് മറൈൻ എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുന്നത്. മറൈൻ എഞ്ചിനീയറിംഗ് സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ മേഖല, കപ്പൽ ഗതാഗത മേഖലകൾ എല്ലാം, ചരക്ക് മേഖലകളെല്ലാം നമുക്ക് വിഴിഞ്ഞം പോർട്ടിനെ പറ്റിയൊക്കെ അറിയാം. ആ മേഖലകളിലെല്ലാം ഭയങ്കരമായ തൊഴിൽ സാധ്യതകളാണ് വരുന്നത്. ഇവയെല്ലാം നമുക്ക് അരസമാകാൻ പറ്റണമെങ്കിൽ മറൈൻ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ മാത്രം മതിയാവുന്നതാണ്. ഈ കാലഘട്ടത്തിൽ ഫാഷൻ എന്ന് വിളിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമായതുകൊണ്ട് ഫുട്വെയർ ടെക്നോളജിയും വളരെ സാധ്യതയുള്ള ഒരു കോഴ്സാണ്. ചെരുപ്പുകൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റി ഏറെ ആവശ്യമുള്ളതാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഈ ക്രിയേറ്റിവിറ്റി പൂർണ്ണമായിട്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫുട്വെയർ ടെക്നോളജി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. വെർച്വൽ റിയാലിറ്റി എന്ന് വിളിക്കുന്നത് ഈ കാലഘട്ടത്തിൽ വളരെ അനന്തമായ സാധ്യതകൾ തുറന്നു വെച്ചിരിക്കുന്ന ഒരു കോഴ്സാണ് എന്നതിൽ യാതൊരു സംശയമില്ല. ഇനി ഡ്രോൺ ടെക്നീഷ്യൻ, നമുക്കറിയാം അടുത്ത കാലത്ത് ഡ്രോൺ ആക്രമണങ്ങളാണ് നമ്മൾ നടക്കുന്നത്. യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ഡ്രോൺ നിയന്ത്രിച്ചാണ്. AI എംബഡഡ് ആയിട്ടുള്ള ഡ്രോൺ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്.
ഈ ഡ്രോണുകളുടെ മേഖലയിലെ സാധ്യതകൾ നമുക്ക് പഠിച്ചാൽ വരാൻ പോകുന്ന കാർഷിക മേഖലയിലും ഡ്രോണുകൾ ഉപയോഗിക്കാൻ പോവുകയാണ്. കാർഷിക മേഖലയിൽ AI ഉപയോഗിക്കുന്നു. AI മുന്നോട്ട് ഓപ്പറേറ്റ് ചെയ്ത് പോകാൻ പോകുന്ന ഡ്രോൺ ഉപയോഗിച്ചിട്ടൊക്കെ. അപ്പോൾ ഈ ഡ്രോൺ ടെക്നോളജി കാർഷിക മേഖലയെ വരെ ഉപയോഗിക്കാൻ പറ്റുന്നത് കൊണ്ട് നല്ലൊരു സാധ്യതയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാകും. മെഷീൻ ലേണിംഗ് റോബോട്ടിക്സ് എന്ന് വിളിക്കുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, മനുഷ്യരെ ഒരുപക്ഷെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വരാൻ പോകുന്നതാണ് ഈ റോബോട്ടിക്സ് എന്ന് വിളിക്കുന്നത്. ഈ റോബോട്ടിക്സ് നമുക്ക് അനന്തമായ സാധ്യതകൾ നമ്മുടെ മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്നത്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് വിളിക്കുന്നത് നല്ല കമ്പ്യൂട്ടർ മേഖലയിൽ നല്ല അഭിരുചിയുള്ളവർ, ഇഷ്ടമുള്ളവർക്ക് തുടങ്ങാൻ പറ്റുന്ന പഠിക്കാൻ പറ്റുന്ന നല്ലൊരു കോഴ്സായിട്ട് മാറുന്നു. ഇനി ആനിമേഷൻ എന്ന് വിളിക്കുന്നത് ഈ കാലഘട്ടത്തെ വ്യത്യസ്തമാക്കുന്ന ഒരു കോഴ്സാണ്. ആനിമേഷൻ കോഴ്സ് നമുക്ക് പഠിച്ചെടുക്കാൻ സാധ്യമായാൽ, മൾട്ടിമീഡിയ ബേസ് ചെയ്തൊക്കെ പോകാൻ സാധ്യമായാൽ നമുക്ക് പണം, പ്രത്യേകിച്ചും സിനിമകളെ പറ്റിയൊക്കെ നമുക്കറിയാം. ആധുനിക സിനിമകളൊക്കെ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കിയെടുക്കുന്നു. അവിടെയൊക്കെ ഈ സാധ്യതകൾ ഭയങ്കരമായി വർദ്ധിച്ചു വരുന്ന ഒരു മേഖലയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി ഈ കാലഘട്ടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കോഴ്സാണ് എനർജി മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. എനർജി മാനേജ്മെൻറ്റും നമുക്ക് നന്നായിട്ട് മുന്നോട്ട് പോയാൽ നല്ല സാധ്യതയുള്ള ഒരു കോഴ്സായിട്ട് നമുക്ക് മാറാൻ സാധ്യമാകും. തിയേറ്റർ ആർട്സ് എന്ന് വിളിക്കുന്നതും ഈ കാലഘട്ടത്തിൽ നല്ല സാധ്യതകൾ തുറന്നു വെച്ചിട്ടുണ്ട് എന്നാൽ യാതൊരു സംശയമില്ല. ഇനി ആദ്യം ഭയങ്കരമായിട്ട് പഠിക്കാൻ പറ്റുകയില്ലാത്തവർക്ക് പഠിക്കാൻ പറ്റുന്ന നല്ലൊരു കോഴ്സാണ് കോഡിങ്. അതുപോലെ പൈത്തൺ എല്ലാ സോഫ്റ്റ്വെയറുകളുടെയും ഒരുപക്ഷെ ബേസ് എന്ന് വിളിക്കുന്നത് പൈത്തണിലാണ് തുടങ്ങുന്നത്. പൈത്തണിലാണ് തുടങ്ങുന്നത്. അപ്പോൾ പൈത്തണൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആസിച്ച് തന്നെ നമുക്ക് നല്ല സാധ്യതകൾ നമുക്ക് മുന്നോട്ട് തുറന്നു വെച്ചിട്ടുണ്ട്. എന്നാൽ വളരെ നാട്ടും പുറത്തുനിന്നും ലോകത്താകമാനം ഭയങ്കരമായ തരംഗങ്ങൾ സൃഷ്ടിച്ച ഒരു ഗ്രൂപ്പാണ് ഫാഷൻ ടെക്നോളജി എന്ന് വിളിക്കുന്നത്. ഈ ഫാഷൻ ടെക്നോളജി BSc ഫാഷൻ ഡിസൈനിങ് ഉണ്ട്, MSc ഫാഷൻ ഡിസൈനിങ് നമുക്ക് ഡിഗ്രി പാസ്സായതിനു ശേഷം പഠിക്കാൻ പറ്റുന്നതാണ്. ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ മേഖലയിലെ സാധ്യതകൾ അൺഎൻഡിങ്. അപ്പോൾ നല്ല ക്രിയാത്മകമായ കഴിവുള്ള വ്യക്തിയാണെങ്കിൽ, പ്രത്യേകിച്ച് പെൺപിള്ളേർക്ക് ഏറ്റവും നല്ല ഈ കാലത്ത് കോറിയോഗ്രാഫേഴ്സ് എല്ലാം വരുന്നത് ആൺപിള്ളേരാണ്. ഇപ്പം നിത അംബാനിയുടെ പേഴ്സണൽ കോറിയോഗ്രാഫർ എന്ന് വിളിക്കുന്നത് മലയാളിയാണെന്ന് നമുക്കറിയാം. കോടികളാണ് ശമ്പളം വാങ്ങുന്നത്. പ്രൊവൈഡഡ് നമ്മുടെ തലച്ചോറിൽ നല്ല പ്രവർത്തനങ്ങൾ നടക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രിയാത്മകമായ ചിന്തകൾ ഏറെ ഉണ്ടാകണം. ഫാഷൻ ടെക്നോളജി കോഴ്സ് നമുക്കിരുന്ന് ശാന്തമായി വ്യത്യസ്തമായി ചിന്തിച്ച് മുന്നേറിയാൽ നല്ല ഒരു സാധ്യതകൾ നമുക്ക് തുറന്നു വയ്ക്കാൻ സാധ്യമാകും. അടുത്ത ഒരു സെക്ടർ എന്ന് വിളിക്കുന്നത് ഹോസ്പിറ്റാലിറ്റി സെക്ടറാണ്. ഇന്ത്യയിലെ ഹോസ്പിറ്റാലിറ്റി സെക്ടർ വളരാൻ തുടങ്ങിയതേ ഉള്ളൂ. ഈ ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് നമുക്ക് പഠിക്കാൻ പറ്റുക. ബോയ്സും ഗേൾസിനും പഠിക്കാൻ പറ്റും. ഗേൾസിനാണെങ്കിൽ വിദേശ രാജ്യങ്ങളിലും ഭയങ്കര സാധ്യതയാണ്, യാതൊരു സംശയമില്ല. ഹോട്ടൽ ഇൻഡസ്ട്രി തുറന്നു വെച്ചിരിക്കുന്ന ഒരു തൊഴിൽ സാധ്യത എന്ന് വിളിക്കുന്നത്, പഴയ കാലത്ത് നമ്മൾ സപ്ലയർ ആകാൻ പോകുന്നൊന്നും ചിന്തിച്ചേക്കരുത്. അതൊന്നുമല്ല. ഇന്ന് നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ഓഫീസുകളുണ്ട്, പ്രൊഡക്ഷൻ വിങ് ഉണ്ട്, സർവീസ് സെക്ഷനുണ്ട്. അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാവുന്ന പണത്തിൻ്റെ അളവിന് അൺഎൻഡിങ് അത്രയ്ക്കും സാധ്യതയുള്ളൊരു മേഖലയാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ്. ഹോസ്പിറ്റാലിറ്റി സെക്ടറിലെ ഹോട്ടൽ മാനേജ്മെൻറ്റ് യാതൊരു സംശയമില്ല. ഇനി വേറൊരു ഭാഗമാണ് ക്രിമിനോളജി എന്ന് വിളിക്കുന്നത്. രണ്ടും തമ്മിൽ വലിയ ചേർച്ചയില്ലാത്ത കോഴ്സാണ്. ക്രിമിനോളജി എന്ന് വിളിക്കുന്നത് കുറ്റകൃത്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുന്നു. അപ്പോൾ ക്രിമിനോളജിയായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളൊക്കെ നമുക്ക് പഠിക്കാൻ സാധ്യമായാൽ നല്ല മേഖലയിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഇനി കൊമേഴ്സ് തിരഞ്ഞെടുത്ത കുട്ടികൾക്ക് ഭയങ്കര ഗ്ലാമറായിട്ടുള്ള കോഴ്സാണ് CA, CMA, ACCA, CIMA, CPA എന്ന് വിളിക്കുന്നത്. അതിൽ CAയും CMAയും ACCയും നമ്മുടെ നാട്ടിൽ നിന്ന് ഭയങ്കരമായ പബ്ലിസിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. +2 പാസ്സായ ഒരു കുട്ടിക്ക് നമുക്ക് CAയോ CMAയോ BCom ഫൈനാൻസ് ആൻഡ് ടാക്സേഷൻ ഒപ്പം പഠിക്കാം. നമുക്ക് 3 വർഷം ലാഭമുണ്ട്. ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ തന്നെ ഇത് ഇപ്പോൾ CAയും CMA ആണെങ്കിൽ അതിന് ഫൗണ്ടേഷൻ പേപ്പറുകളുണ്ട്. ഇൻ്ററിൽ 2 ഗ്രൂപ്പുകളാണ്, ഫൈനലിലും 2 ഗ്രൂപ്പാണ്. ഇപ്പം CMA ആണെങ്കിൽ ഫൗണ്ടേഷൻ 4 പേപ്പർ, ഇൻ്റർ ഗ്രൂപ്പ് 1 4 പേപ്പർ, ഇൻ്റർ ഗ്രൂപ്പ് 2 4 പേപ്പർ, ഫൈനൽ ഗ്രൂപ്പ് 1 4 പേപ്പർ, ഫൈനൽ ഗ്രൂപ്പ് 2 4 പേപ്പർ. അതിൽ BCom ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഫൗണ്ടേഷൻ പാസ്സാകാം. +2 പഠിക്കുമ്പോൾ തന്നെ ഫൗണ്ടേഷൻ നമുക്ക് അപ്പയർ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് BComൽ നമുക്ക് ഫൗണ്ടേഷൻ പേപ്പർ 4 പേപ്പർ ക്ലിയർ ചെയ്യാം. സെക്കൻഡ് ഇയർ BCom ആകുമ്പം ഗ്രൂപ്പ് 1 ക്ലിയർ ചെയ്യാം ഇൻ്ററിൻ്റെ.
തേർഡ് ഇയർ BCom ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 ഇൻ്ററിൻ്റെ ഗ്രൂപ്പ് 2 ക്ലിയർ ചെയ്യാം. നമുക്ക് 3 വർഷം ലാഭമാണ്. നമുക്ക് ആർട്ടിഫിഷ്യൽ കൂടെ കഴിഞ്ഞാൽ വേഗം നമുക്ക് ഫൈനൽ എഴുതിയെടുത്ത് പാസ്സാകാം, നല്ല ജോലി സാധ്യത കിട്ടും. CA നിശ്ചയദാർഢ്യമുള്ള അർപ്പണ മനോഭാവമുള്ള കുട്ടികൾ മുന്നേറിയാൽ മതി. അല്ലാതെ ഫുൾ A+ വേണമെന്ന് നിർബന്ധമില്ല. ഫുൾ A+കാർ CMAക്ക് പോയാൽ വിജയിക്കുമോ എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ശരാശരി ചിന്തയുള്ള നല്ല കഠിനാധ്വാന ശേഷിയുള്ള ആളുകൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രൊഫഷണൽ കോഴ്സുകൾ CA ആണെങ്കിലും CMA ആണെങ്കിലും പാസ്സാകും. 182 രാജ്യങ്ങൾ അംഗീകാരമുള്ള കോഴ്സാണ് ACCA എന്ന് വിളിക്കുന്നത്. 13 പേപ്പറാണ്. പേപ്പർ അപ്പിയറൻസ് നടക്കും. CMA ആണെങ്കിൽ ഗ്രൂപ്പ് അപ്പിയറൻസ് നടക്കുള്ളൂ. ഇത് പേപ്പർ അപ്പിയറൻസ് നടക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ അല്പം ഒരു നിശ്ചയദാർഢ്യം കാണിക്കാമെങ്കിൽ നമുക്കുമാകാം ഒരു ACCA അഫിലിയേറ്റ് എന്ന് വിളിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വ്യത്യസ്തമായ കോഴ്സായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനി വേറൊരു നല്ലൊരു കോഴ്സാണ് നമുക്ക് +2 കഴിഞ്ഞാൽ ലോ കോഴ്സുകൾ പഠിക്കുക. BCom LLB, BA LLB, BBA LLB എന്ന് വിളിക്കുന്ന കോഴ്സുകളാണ് പഠിക്കാൻ പറ്റുന്നത്. നാഷണൽ സ്കൂൾ ഓഫ് ലോയില ക്ലാറ്റ് പരീക്ഷ നമുക്കത് എഴുതണം. നാഷണൽ സ്കൂൾ ഓഫ് ലോയിലാണ് അത് പഠിക്കേണ്ടത് എന്ന് പ്രത്യേകം നമ്മൾ ഓർത്ത് വയ്ക്കണം. കാരണം നാഷണൽ സ്കൂൾ ഓഫ് ലോയിൽ പഠിച്ചാൽ നമ്മൾ ഫൈനൽ ഇയറിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമ്മളെ കമ്പനികൾ റിക്രൂട്ട് ചെയ്തിട്ട് പിന്നത്തെ ചിലവുകൾ തന്നെ നോക്കുന്ന കമ്പനികളാണ്. അവിടുത്തെ നാഷണൽ സ്കൂൾ ഓഫ് ലോയിലെ ഒരു പാക്കേജ് ആരംഭിക്കുന്നത് തന്നെ 6 ലക്ഷം രൂപയിലാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് ആരംഭിക്കുന്നത്. അത് ക്ലാറ്റ് പരീക്ഷ എഴുതി നമുക്ക് പോകണം. ഇതിൻ്റെ സ്കോപ്പ് എന്ന് വിളിക്കുന്ന ലീഗൽ അഡ്വൈസർമാരായിട്ട് പ്രൈവറ്റ് ഫേമുകളിലൊക്കെ ആണെങ്കിൽ ലോ ഫേമുകളിൽ ലീഗൽ ഓഫീസർമാർ, ജഡ്ജ്, മജിസ്ട്രേറ്റ്, പ്രോസിക്യൂട്ടർ, ഡിഫൻസിലൊക്കെ നമുക്ക് നല്ല സാധ്യതയുണ്ട്. BBA ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നതും ഈ കാലഘട്ടത്തെ ഏറ്റവും വ്യത്യസ്തമാക്കുന്ന ഒരു കോഴ്സായിട്ട് മാറുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഞാൻ ചുരുക്കാൻ പോവുകയാണ്. BCom എന്ന് വിളിക്കുന്നത് BComന് ധാരാളം നമുക്കിപ്പോൾ ഓപ്ഷൻ ചോയ്സസ് നമ്മുടെ മുന്നിലുണ്ട്. BCom ഫിനാൻസ് പഠിക്കാം, BComന് നമുക്ക് കോപ്പറേഷൻ പഠിക്കാം. കോപ്പറേഷൻ സാധ്യത അല്പം മങ്ങി പോകുന്നുണ്ട് ഈ പുതിയ കാലഘട്ടത്തിൽ. പല ഞെട്ടിപ്പിക്കുന്ന ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. എന്നാൽ സ്റ്റിൽ അതിൻ്റെ സാധ്യതകൾ നമുക്കുണ്ട്. ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്, എയർപോർട്ട് എയർ കാർഗോ മാനേജ്മെൻറ്റ് BComനൊപ്പം ചേർന്ന് പോകുന്നതാണ്. ഡേറ്റ അനലിറ്റിക്സ് പോലും BComനൊപ്പം പഠിക്കുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ BCom പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു ജോലി സാധ്യത നമുക്ക് തുറന്നു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ആതുര ശുശ്രൂഷ രംഗത്ത് ഭയങ്കരമായ സാധ്യതയുണ്ട്. ഇതുപോലെയാണ് BSWവും പഠിച്ചാൽ നമുക്ക് നല്ല സാധ്യതകൾ നമ്മുടെ മുന്നിൽ എപ്പോഴും ഉള്ളൊരു കോഴ്സാണ്. ഈ കോഴ്സുകളെന്ന് പ്രത്യേകം നമുക്ക് മനസ്സിലാക്കി മുന്നേറാൻ നമുക്ക് സാധ്യമാകും. ഇനിയും ഓരോ കോഴ്സും തിരഞ്ഞെടുക്കുമ്പോൾ ആ കോഴ്സിൻ്റെ വരുന്ന ജോലി സാധ്യതകൾ പൂർണ്ണമായും നമ്മൾ മനസ്സിലാക്കി പോകണം. പഴയ കാലത്തെ പോലെ സയൻസ് പഠിച്ചാൽ പിന്നെ സയൻസിന് മാത്രമേ പോകാൻ പറ്റുള്ളൂ, ചിന്ത വേണ്ട. കൊമേഴ്സ് പഠിച്ചാൽ കൊമേഴ്സ് മാത്രമേ പോകാൻ പറ്റൂ, ചിന്ത വേണ്ട. നമുക്ക് വേരിയഡ് ആയിട്ടുള്ള കോഴ്സുകൾ, ലോകത്ത് വരുന്ന ഈ മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോവുക മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ നല്ല നിരീക്ഷണ പാഠവത്തോടു കൂടി നമ്മുടെ വരാൻ പോകുന്ന 2030, 2040, 2050 ഒക്കെ വരുമ്പോൾ എങ്ങനെയായിരിക്കും? ഇപ്പം ഡോക്ടേഴ്സ് ധാരാളം പഠിച്ചിറങ്ങിയ ജോലി സാധ്യത അല്പം കുറവാണ് എന്നെനിക്ക് ചിലപ്പോൾ പറയേണ്ടി വരും. കാരണം മെഡിക്കൽ രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന അത്ര വലിയ സാധ്യതയ്ക്കൊന്നും മെഡിക്കൽ രംഗത്തില്ല. എഞ്ചിനീയറിംഗ് ഡിവിഷനും പരമ്പരാഗതമായ എഞ്ചിനീയറിംഗ് ഡിവിഷനും വലിയ സാധ്യതയില്ല. പുതിയ പുതിയ കോഴ്സുകൾ പഠിക്കുക, പുതിയ ജോലി സാധ്യത കണ്ടെത്തുക, അവിടെ നല്ല നമ്മൾ എൻജോയ് ചെയ്ത് നമ്മൾ ജോലി ചെയ്യുക, അത് കഴിഞ്ഞ് അടുത്ത രംഗത്തേക്ക് മാറുക, ഒരുപക്ഷെ ഓൺട്രപ്രണറായിട്ട് സംരംഭകരായിട്ട് മാറാൻ സാധ്യമാകുക. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ നിങ്ങളോട് ഒരു സ്റ്റോറി കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. പാഷൻ, ഒരു മനുഷ്യൻ്റെ തലച്ചോറിൽ 12 ഇനം കോഷ്യൻ ലെവലുകളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ 12 ഇനം കോഷ്യൻ ലെവലുകളിൽ ഒന്നാമത്തെ കോഷ്യൻ്റ് ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ് ആണെങ്കിൽ രണ്ടാമത്തെ ഇമോഷണൽ കോഷ്യൻ്റ്, അങ്ങനെ പോയി ക്രിയേറ്റിവിറ്റി കോഷ്യൻ്റും റിലേഷൻഷിപ്പ് കോഷ്യൻ്റും നോളജ് കോഷ്യൻ്റും പേഴ്സണൽ വിഷൻ കോഷ്യൻ്റും സോഷ്യൽ കോഷ്യൻ്റ്, സോഷ്യൽ ഇൻ്റലിജൻസ്, സ്പിരിച്വൽ ഇൻ്റലിജൻസും ഒക്കെ കടന്നിട്ട് ഏറ്റവും അവസാനം എത്തുന്ന കോഷ്യൻ്റാണ് പാഷൻ കോഷ്യൻ എന്ന് വിളിക്കുന്നത്. ഇച്ഛാശക്തിയാണ്. നമുക്കിതിൽ ഇച്ഛാശക്തിയുള്ളവർക്ക് മാത്രമേ വിജയിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് കേരളീയർക്ക്, പ്രത്യേകിച്ചും നമ്മുടെ ഈ കേരളത്തിൻ്റെ കിഴക്കൻ പ്രദേശത്തേക്ക് താമസിക്കുന്ന ആളുകൾക്കെല്ലാം ഇച്ഛാശക്തി ഭയങ്കരമായിട്ടുള്ള ആളുകളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകും. പിഗ്മാലിയൻ ഇഫക്റ്റ് എന്ന് വിളിക്കുന്ന ഈ തരണത്തിൽ വളരെ പ്രധാനപ്പെട്ട പിഗ്മാലിയൻ ഒരു മിത്തോളജി, ഗ്രീക്ക് മിത്തോളജിയാണ്. പിഗ്മാലിയനോട് ഒരു നല്ല സുന്ദരിയായ യുവതിയുടെ ശില്പം കൊത്താൻ വേണ്ടി രാജാവ് ആവശ്യപ്പെട്ടു. പിഗ്മാലിയൻ പിറ്റേന്ന് തന്നെ ഒരു പണിശാലയൊക്കെ പണിത് അദ്ദേഹം ഈ ശില്പം കൊത്താൻ തുടങ്ങി. അങ്ങനെ 4 വർഷം പൂർത്തിയായപ്പോഴത്തേനും ശില്പം പൂർത്തിയായി വന്നു. അങ്ങനെ പൂർത്തിയായി വന്നപ്പോൾ നല്ല സുന്ദരിയും സുശീലയുമായിട്ടുള്ള ശില്പമായി മാറിയപ്പോൾ
ഈ പിഗ്മാലിൻ്റെ മനസ്സിലും ചെറിയൊരു ആഗ്രഹം ഉണ്ടായി, ഈ ശില്പത്തിന് ജീവൻ ലഭിച്ചായിരുന്നുവെങ്കിൽ ഈ ശില്പത്തെ വിവാഹം കഴിച്ച ശിഷ്ടകാലം ജീവിക്കാമായിരുന്നു. അദ്ദേഹം നീണ്ടു നിൽക്കുന്ന ഹോമങ്ങളും പൂജകളും അർപ്പണങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നീണ്ട പ്രാർത്ഥനയ്ക്കൊടുവിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പിഗ്മാലിൻ്റെ ഈ ശില്പത്തിന് ജീവൻ നൽകി. ശിഷ്ടകാലം പിഗ്മാലിൻ സന്തോഷത്തോടെയാണോ ജീവിച്ചത് അതോ ദുഃഖത്തോടെയാണോ ജീവിച്ചതെന്നും കഥയെ പറഞ്ഞു വെച്ചിട്ടില്ല. പക്ഷെ കഥ നൽകുന്ന സന്ദേശം വളരെ സുവിക്തവും സുചിന്തിതവുമാണ്. പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമാണ്. ഈ പ്രതിസന്ധികളെ തരണം ചെയ്ത് നമുക്ക് മുന്നേറാൻ സാധ്യമാകുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ വിജയിക്കാൻ സാധ്യമാകുന്നത്. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്, ആഴിയുടെ അടിത്തട്ടിലേക്ക് പോകേണ്ടി വന്നാലും മരണത്തെ മുഖാമുഖം കാണേണ്ടി വന്നാലും തളരാത്ത പതറാത്ത മഹത്തായ ഇച്ഛാശക്തി, വിശ്വമഹാരഹസ്യങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഇച്ഛാശക്തി, ഈ ഇച്ഛാശക്തി ഉള്ളവർ മാത്രമാണ് യഥാർത്ഥ ഭാരതീയൻ എന്നതിൽ യാതൊരു സംശയമില്ല. ഈ ഇച്ഛാശക്തിയോടുകൂടി മുന്നേറുമ്പോൾ മാത്രമാണ് നമുക്കും ഉജ്ജ്വലമായ വിജയങ്ങൾ കൈവരിച്ച് മുന്നേറാൻ സാധ്യമാകുന്നത്. അതുകൊണ്ട് ഏത് കോഴ്സ് നമ്മൾ തിരഞ്ഞെടുത്താലും ഈ ഇച്ഛാശക്തിയോടെ മുന്നേറുന്നവർക്ക് മുന്നിൽ ശോഭനമായ ഭാവി ഉണ്ടാകും. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ വരുമ്പം അതിന് തളർന്നു നിൽക്കുകയല്ല വേണ്ടത്, അതിന് ആത്മഹത്യയൊന്നുമല്ല അതിൻ്റെ പ്രതിവിധി എന്ന് വിളിക്കുന്നത്. പകരം നല്ല അർപ്പണ മനോഭാവത്തോടുകൂടി പഠിക്കുന്ന വിഷയങ്ങളിലെ ആഴങ്ങൾ തേടിയുള്ള യാത്രയിൽ നമ്മെ ഒരു വ്യത്യസ്തനാക്കി മാറ്റും. നമ്മുടെ മുന്നിൽ സാധ്യതകളും സാഹചര്യങ്ങളും തുറന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ പൂർണ്ണമായും ഉപയോഗിച്ച് മുന്നേറാൻ സാധ്യമാകട്ടെ എന്ന ആശംസയുണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നല്ലൊരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ എന്ത് പഠിക്കണം, ഏത് കോഴ്സ് ചൂസ് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. എങ്കിൽ അതിനുള്ള മറുപടികളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.